ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ലൈറ്റ് റൂം ഇപ്പോൾ എന്താണ് ലോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാണ്ട് ആൾക്കാർ ഡിലീറ്റ് ചെയ്തോളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കളഞ്ഞിട്ട് ഇപ്പോൾ ഇത് നമുക്ക് എന്താണ് പ്രസെറ്റ് പോലെ കൊണ്ട് അടിപൊളി ആക്കാൻ പറ്റണല്ലോ. ഓക്കെ, കുറേ ബസ്സുകളുടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് അടിപൊളി ആക്കാൻ പറ്റണില്ലെങ്കിൽ ഓക്കെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വഴി അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് പറയാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിക്സാർട്ട് എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, എൻ്റെ ക്രാക്ഡ് വെർഷൻ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിക്സാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് എന്താണ് അത് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രസെറ്റ് പോലെ തന്നെ ഓക്കെ പിക്സാർട്ടിലുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് പ്രസെറ്റ് പോലെ നൈസായിട്ടൊരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയെന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇതൊക്കെ. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതിൻ്റെ കാണിച്ചതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ, എന്നാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഈ ഒരു ഫോട്ടോയിലാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ ടൂൾ ഓപ്ഷൻ എടുക്കുക, അതിനകത്ത് ക്രോപ്പ് എടുക്കുക, എന്നിട്ട് നമ്മളെന്താണ് പോസ്റ്റ് ഇടണ പോലെ തന്നെ നമ്മളെന്താണ് സ്ക്വയർ ഷേപ്പ് എടുത്തിട്ട് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് സൈഡിലേക്ക് പോയ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓക്കെ, ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ സിമ്പിളിൽ ഈ ഒരു സ്ക്വയർ ഓപ്ഷൻ എടുക്കാം. ഓക്കെ, ഇതൊന്ന് നമുക്ക് എന്താണ് ഒന്ന് നീട്ടിയും ഇതാക്കിയൊക്കെ ഒന്ന് എടുക്കാം നമുക്ക്. ഓക്കെ, എന്നിട്ട് അത് എന്താണ് കളറിൽ ചെന്നിട്ട് ഗ്രേഡിയൻറ്റിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആക്കാം. ഓക്കെ, അത് ബ്ലെൻഡ് ഓപ്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഞാനിപ്പോൾ ആക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളങ്ങനെ തന്നെ ആക്കാതെ ഉണ്ടോ ബിഫോർ ആഫ്റ്റർ ആണിത്. ഓക്കെ, നിങ്ങളങ്ങനെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അതുകഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആദ്യത്തെ ഇതിൽ വന്നിട്ട് നമുക്ക് എന്താണ് എഫക്റ്റ് എന്നും പറഞ്ഞിട്ടുള്ളൊരു സാധനം കാണാൻ പറ്റും. ആ എഫക്റ്റിൽ പിടിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ കുറേ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഇതിനകത്തൂടെ കിട്ടും. ഓക്കെ, വേണ്ടോ ഇതിനകത്തൂടെ കിട്ടും. ഓക്കെ, കുറേ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്തൂടെ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെന്താണ് നമുക്ക് രണ്ടേ എഫക്റ്റുകളെ വേണ്ടതൊക്കെ അതിനകത്ത് ഞാൻ ഒന്നാമത്തെ എഫക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമത്തെ എഫക്റ്റ് ഈ ഒരു എഫക്റ്റാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഈ BRL 4-ഉം 2-ലും ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 ആണ് എടുക്കാണ്ട് ഫെയ്ഡും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാം. ഓക്കെ, അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് അങ്ങനെ കൊടുക്കട്ടെ. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. ഓക്കെ, മൾട്ടിപ്ലൈ ആണ് അടിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് നിങ്ങൾക്ക് വേറൊരു എഫക്റ്റ് കൂടി വേണം. ഓക്കെ, അതിനകത്ത് നിങ്ങളെന്താണ് FX പോവുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോയ്സ് എടുക്കാം. ഓക്കെ, നോയ്സ് കണ്ടോ ഇപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഇത് കിട്ടും. ഓക്കെ, കണ്ടോ ഫെയ്ഡ് കുറേ ഇതാക്കിയിട്ട് നമുക്ക് നോയ്സ് എടുക്കാം. ഓക്കെ, കണ്ടോ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതൊരു അടിപൊളിയായിട്ടുള്ളൊരു ഇതാണ് എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, കണ്ടോ ഇത്ര ആക്കിയാൽ അടിപൊളിയാവട്ടെ. ഓക്കെ, നിങ്ങളുടെ ഫോട്ടോ എന്താണ് പ്രസെറ്റ് ഇല്ലെങ്കിലും ഇതാണ് അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫോട്ടോ കിട്ടും. ഓക്കെ, നിങ്ങളുണ്ട് ഇത് പിന്നെ ഇതൊക്കെ ഫേഡ് കൂട്ടിയിട്ട് ഇതുണ്ട് അടിപൊളിയാവും നിങ്ങളുടെ ഫോട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്നാലും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ബൈ. ഓക്കെ.